നസ്രനായ യേശു 1-ാം നൂറ്റാണ്ടിലെ ഒരു യഹൂദനായിരുന്നു. മുകളിലുള്ള ദൈവത്തിന്റെ മണ്ഡലത്തെ താഴെയുള്ള നമ്മുടെ മണ്ഡലവുമായി താൻ ഒന്നിപ്പിക്കുകയാണെന്ന് അവൻ അവകാശപ്പെട്ടു. അവൻ അതിനെ ദൈവരാജ്യത്തിന്റെ വരവ് എന്ന് വിളിച്ചു. തന്നെ അനുഗമിക്കാനായി യേശു ആളുകളെ ക്ഷണിച്ചു. അങ്ങനെ അവർക്ക് തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇവിടെ ഭൂമിയിൽ വെച്ച് സ്വർഗീയ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതിനെക്കുറിച്ചാണ് യേശു ഗിരിപ്രഭാഷണം എന്ന പഠിപ്പിക്കലുകളുടെ സമാഹാരത്തിൽ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ സ്വർഗരാജ്യം ഇപ്പോൾ ഇവിടെ ലഭ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് എല്ലാറ്റിനെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റും. അതായത് നിങ്ങളുടെ സമ്പത്തുൾപ്പെടെ. വാസ്തവത്തിൽ ദൈവത്തിന്റെ സ്വർഗീയ ജീവിതവും സാന്നിധ്യവും അനുഭവിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മുടെ പക്കലുള്ള നിക്ഷേപങ്ങൾ ആണെന്ന് യേശു പറഞ്ഞു. യേശു ഉപയോഗിക്കുന്ന വാക്കിന്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്നാണ്. അതായത് നമ്മുടെ സംഭരണി. ശരിയാണ്, ചില ആളുകളുടെ പക്കൽ ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്. എന്നാൽ സാധനങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് സ്വാഭാവികമാണ്. ഈ നിക്ഷേപങ്ങൾക്ക് ജീവിതം ലളിതമാക്കാൻ കഴിയും, എനിക്ക് സംരക്ഷണം തരാൻ കഴിയും, അവ എനിക്ക് സ്വാതന്ത്ര്യം തരുന്നു. അങ്ങനെ നാം ചിന്തിക്കുന്നു. എന്നാൽ അങ്ങനെ അല്ലെന്നാണ് യേശു പറയുന്നത്. പുഴുവും തുരുമ്പും കെടുക്കയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. ശരിയാണ്, പക്ഷേ ഞാൻ എന്റെ നിക്ഷേപത്തെ സംരക്ഷിച്ചാൽ എന്താണ്? അതായത് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ നിക്ഷേപത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിലായിരിക്കും. നല്ല ജീവിതം ലഭിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് തിരിയുമ്പോഴാണ് എന്ന് യേശു പറയുന്നു. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിലെ നിക്ഷേപമോ? അതെന്ത് നിക്ഷേപമാണ്? ഒരിക്കലും ഭീഷണിയില്ലാത്ത തരത്തിൽ സുരക്ഷിതമായ നിക്ഷേപമാണിത്. മാത്രമല്ല, ഇത് ഭൂമിയിലുള്ള നമ്മുടെ നിക്ഷേപങ്ങളിൽ നിന്നും വ്യത്യസ്തവുമാണ്. ഈ നിക്ഷേപങ്ങളാലാണ് സ്വർഗരാജ്യം നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളത് എത്രയധികം ശേഖരിക്കുന്നുവോ അത്രയധികം ആ രാജ്യം ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കും. ശരിയാണ്. അങ്ങനെയുള്ള നിക്ഷേപം എനിക്കെങ്ങനെയാണ് ലഭിക്കുന്നത്? അതായത് നാം ദൈവത്തെ സ്നേഹിക്കുകയും നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗരാജ്യം നമുക്കിപ്പോൾ അനുഭവിക്കാൻ കഴിയുമെന്ന് യേശു പറഞ്ഞു. യേശുവിന്റെ പഠിപ്പിക്കലുകളെ നാം പിന്തുടരുമ്പോൾ സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ആ നിമിഷങ്ങൾ അത് സംതൃപ്തിയുടെയും പൂർത്തീകരണത്തിന്റെയും ഒരു സമ്പന്നമായ അനുഭവമാണ്. ക്ഷമയും അനുകമ്പയും കാണിക്കുന്ന ഒരു ദയോടെയുള്ള വാക്കോ മഹാമനസ്കതയോ പോലെയാണോ? അതെ, അങ്ങനെയുള്ള നിക്ഷേപങ്ങളെ ശേഖരിച്ചു വയ്ക്കുക. കാരണം നാം ഇപ്പോൾ വളർത്തിയെടുക്കുന്ന സ്നേഹബന്ധങ്ങൾ നവീകരിക്കപ്പെട്ട സൃഷ്ടിയോളം നിലനിൽക്കും. നാം ശേഖരിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ അതിന്റെ സാദൃശ്യത്തിൽ നമ്മെ രൂപപ്പെടുത്തുന്നു. അത് നല്ലതായോ മോശമായോ, അഥവാ യേശു പറഞ്ഞതുപോലെ നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരി, അപ്പോൾ ഞാൻ എന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കണം. അതെ, വാസ്തവത്തിൽ അടുത്തതായി യേശു ഈ കേന്ദ്രീകരണത്തെ വിവരിക്കുവാൻ ഒരു ഉജ്ജ്വലമായ സാദൃശ്യം ഉപയോഗിക്കുന്നു. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. നല്ല കണ്ണ് എന്ന പ്രയോഗം എബ്രായ ബൈബിളിൽ മഹാമനസ്കത എന്നുള്ളതിനും മോശമായ കണ്ണ് എന്നത് നിക്ഷേപങ്ങളെ പൂഴ്ത്തിവെച്ച് പിശുക്കനായിരിക്കുന്നതിനും പറയുന്ന ഒരു ഭാഷാശൈലിയാണ്. നിങ്ങളെ സ്വയം നശിപ്പിക്കുവാനുള്ള ഏറ്റവും വേഗമേറിയ മാർഗം മോശമായ കണ്ണാണെന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്! അയ്യോ, അപ്പോൾ എന്റെ നിക്ഷേപങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കണമായിരിക്കും. ആയിരിക്കും. അങ്ങനെ ചെയ്യാൻ ഒരിക്കൽ യേശു ഒരു ധനവാനോട് പറഞ്ഞു. ആത്യന്തികമായി ഇത് നമ്മുടെ പരിഗണനകളെക്കുറിച്ചുള്ളതാണ്. ഇവിടെ യേശു ഒരു ഉപമ പറയുന്നു. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ വിശ്വസ്തത ആവശ്യപ്പെടുന്ന ഒരു സ്വേച്ഛാധിപതിയെപ്പോലെയാണ് ധനം. എന്റെ നിക്ഷേപങ്ങൾ എന്റെ ഉടമസ്ഥതയിലാണെന്ന് ഞാൻ വിചാരിക്കും. എന്നാൽ അധികം താമസമില്ലാതെ ഞാൻ അതിന്റെ ഉടമസ്ഥതയിലാകും. ഈ അപകടം ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് യേശു കൂടുതൽ ഗൗരവമാകുന്നത്. സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനെ തടയാൻ നമ്മുടെ നിക്ഷേപങ്ങൾക്ക് സാധിക്കും. ശരിയാണ്, പക്ഷേ നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം. എനിക്ക് അതിജീവനത്തിന് നിക്ഷേപങ്ങൾ ആവശ്യമാണ്. ആഹാരം വേണം, വസ്ത്രങ്ങൾ വേണം. അതെ, ഈ ആശയങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന നമ്മുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് യേശുവിന്റെ ഒരു അവസാന പഠിപ്പിക്കലുണ്ട്. ഓരോ സൃഷ്ടിക്കും ആവശ്യമുള്ളത് മാത്രം നൽകിക്കൊണ്ട് എത്ര സമൃദ്ധിയോടെയാണ് ദൈവം സൃഷ്ടിയെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. നിങ്ങൾ ദൈവത്തെ ഒരു മഹാമനസ്കനായ ഒരു പിതാവായി വിശ്വസിക്കുകയും ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുന്നതിന് മുൻഗണന നൽകുകയും ചെയ്താൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറപ്പെടുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് യേശു പറയുന്നു. അങ്ങനെ
സ്വർഗത്തിലെയും ഭൂമിയിലെയും സമൃദ്ധമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അതായിരുന്നു മഹാമനസ്കതയെയും നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റിയുള്ള യേശുവിന്റെ പഠിപ്പിക്കലുകൾ. അടുത്തതായി, മറ്റുള്ളവരെ വിധിക്കുന്നതിനു പകരം നമ്മെ തന്നെ വിധിക്കുന്നതിനെക്കുറിച്ചുള്ള ജ്ഞാനം യേശു വാഗ്ദാനം ചെയ്യും.